25,000 രൂപയ്ക്കകത്തൊരു കിടിലം ഫോൺ വേണം. എനിക്ക് നോർമൽ യൂസൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വരുന്ന മാർച്ച് 5 നത്തിങ് ഫോൺ 2A ലോഞ്ച് ആവുന്നതാണ്. ആ നത്തിങ് ഫോൺ 2A പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അടിപൊളി സ്മാർട്ട് ഫോണാണ്. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണെ പറ്റി. ബട്ട് സ്റ്റിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് ആ ഒരു പ്രൈസ് റേഞ്ചിന് ടോട്ടലി ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. 25,000 ആണോ 30,000 ആണോ എന്ന് കണ്ടറിയാം. ബട്ട് സ്റ്റിൽ 25,000 റുപ്പീസിനകത്ത് വരികയാണെങ്കിൽ വളരെ നല്ല ഡീലാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നത്തിങ് ഫോൺ 2ൻ്റെ അത്ര ലൈറ്റ്സ് ഒന്നും ഇല്ല. നത്തിങ് ഫോൺ 2A നോക്കുകയാണെങ്കിൽ 3 പോർഷനെ കൊടുത്തിട്ടുള്ളൂ. അതും വളരെ ചെറുതാണ്. അതുകൊണ്ട് മറ്റേ ട്രാക്കിംഗ് പരിപാടിയൊന്നും കാണത്തില്ല. എനിക്ക് പേഴ്സണലി ഗ്ലിഫ് ലൈറ്റിനോട് വലിയൊരു അത്യാവശ്യമായിട്ടുള്ള ഫീച്ചറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഗിമിക്കി ഫീച്ചറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് താഴെ കമൻസിൽ അറിയിക്കുക. എന്തായാലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ട്രാൻസ്പെറൻറ്റ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വയർലെസ് ചാർജിങ് ഒന്നും കിട്ടത്തില്ല. 25,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസിനായിട്ട് ഈ ഫോൺ വരികയാണെങ്കിൽ കിടിലം ഫോണായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ബാക്ക് ട്രാൻസ്പെറൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. പിന്നെ കുറേ ആൾക്കാർ ഇതായിട്ടൊക്കെ ഈ ഫോണിനെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മോഡ്യൂളൊക്കെ കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നു അതൊന്ന് താഴെ കമൻസിലൂടെ അറിയിക്കാം. എനിക്ക് പേഴ്സണലി ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് മെറ്റൽ ഫ്രെയിം ആണെന്ന്. ബട്ട് എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. വിച്ച് ഈസ് ഓക്കെ. 25,000 റുപ്പീസിന് പ്ലാസ്റ്റിക് ഫ്രെയിം എന്നൊക്കെ പറയുന്നത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ ബ്രാൻഡ്സും പ്ലാസ്റ്റിക് തന്നെയാണ് തരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ മെറ്റലൊന്നും ആഗ്രഹിക്കുന്നില്ല. പ്ലാസ്റ്റിക് തന്നെ ധാരാളം. അപ്പോൾ ഇതിൻ്റെ ക്യാമറാസിനെ പറ്റി നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും 50 മെഗാ പിക്സൽ ആണെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ചിലപ്പോൾ ഒരു 50+12 ആവാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ലീഗ്സ് ഒക്കെ പറയുന്നത് 50 മെഗാ പിക്സലിൻ്റെ 2 സെൻസർ എന്നാണ്. 50 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GN9 എന്ന് പറയുന്ന സെൻസറാണ് മെയിൻ സെൻസർ. അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ JN1 എന്ന് പറയുന്ന 50 മെഗാ പിക്സൽ സെൻസറാണ്. ഫ്രണ്ടിൽ വന്നിട്ട് സോണിയുടെ ഒരു 32 മെഗാ പിക്സലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ 4K കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം നത്തിങ് ഫോൺ 2ൽ 4K ഇല്ല. അപ്പോൾ ഇവിടെ 1080p ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. എന്നാൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് 4K കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ സ്പെക് വൈസ് ക്യാമറ അടിപൊളി തന്നെയാണ്. ബട്ട് സോഫ്റ്റ്വെയർ എങ്ങനെ ട്യൂക്ക് ചെയ്യും, ആ ഒരു ചിപ്സെറ്റ് ആയിട്ടൊക്കെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. കാരണം ഈ ഒരു ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് അടുത്ത മാസം 5-ാം തീയതിയാണ്, മാർച്ച് 5-നാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് അറിയാൻ വേണ്ടി സ്പെസിഫിക്കേഷൻ കൊണ്ട് ഒരിക്കലും ക്യാമറ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 50 മെഗാ പിക്സലിൻ്റെ സെൻസർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് ഫോണിന് ക്ലാരിറ്റി ഇല്ലാതൊക്കെ ആവാം, പറയാൻ പറ്റത്തില്ല. കാരണം സാംസങ്ങിൻ്റെ GN9 സെൻസറാണ്. അപ്പോൾ അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ള രീതിയിൽ ഇരിക്കും. നത്തിങ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഹോപ്പുണ്ട്. ആദ്യം ക്യാമറ മോശമായാലും കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. എന്നിരുന്നാലും ഇതിൽ നിന്നും ബെറ്റർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഉള്ള സ്മാർട്ട് ഫോൺസും ഒരു 2 to 3K ഒക്കെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ കിട്ടാനും ചാൻസസ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz ആണ്. അപ്പോൾ ഡിസ്പ്ലേയിലും എനിക്ക് വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല. പിന്നെ നത്തിങ് ആയതുകൊണ്ട് മറ്റേ യൂണിഫോം ബെസൽസ് ഒക്കെ കയറുന്ന പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിലും നല്ല യൂണിഫോം ബെസൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും വേറെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. ഒരു ബേസിക് ഫോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ബെസൽ ഈവൻ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിൽ നിന്നായാലും ഇതിൻ്റെ ബിൽഡിൽ നിന്നായാലും നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഫ്രെയിം ഒഴിച്ച് നിർത്തിയ കാരണം ഈ ഒരു ഫോൺ കാണാനാണെങ്കിലും അത്യാവശ്യം നല്ല യൂണീക്കാണ്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചാർജർ ബോക്സിനകത്തില്ല, സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അതിന് അറൗണ്ട് 2,000 റുപ്പീസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ 25,000 റുപ്പീസിന് ലോഞ്ച് ആവുകയാണെങ്കിലും ഒരു 2,000 റുപ്പീസ് നമ്മൾ കണ്ടുവയ്ക്കണം ഈ ഒരു ചാർജർ മേടിക്കാനായിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള PD ചാർജറോ അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ 45 വാട്ട്സിൻ്റെ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന റിയൽമിയുടെയോ അല്ലെങ്കിൽ ഷോമിയുടെ ഏത് ഡിവൈസിൻ്റെ ചാർജർ വെച്ചും ചാർജ് ചെയ്തോളാം. അല്ലെങ്കിൽ സ്റ്റോർ ചാർജിങ് ആയാലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 2,000 റുപ്പീസ് അവിടെ സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചാർജറിന് ഇത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 45 വാട്ട്സിൻ്റെ PD ചാർജറിന് നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ചാർജർ. ബട്ട് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈ CMF by നത്തിങ് ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, CMF എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ PD ചാർജർ 65 വാട്ട്സിൻ്റെ PD ചാർജർ ഓഫറിന് നല്ലൊരു റേറ്റിന് കിട്ടും. അതായത് 2,000 റേഞ്ചിനകത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഓഫറൊന്നും ഇല്ലെങ്കിൽ നത്തിങ് ചാർജറാണ് കുറച്ചുകൂടെ നല്ലൊരു ഡീൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കേബിളും കാര്യങ്ങളൊക്കെ കിട്ടും, ചാർജർ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണെ പറ്റി പറയണമെങ്കിൽ കമ്പനി തന്നെ എൻ്റെ ഡിസൈൻ മൊത്തം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കമ്പനി പുറത്തോട് മുമ്പേ ലോകം മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ഇറങ്ങിയത് പോലുമില്ല. അതിന് മുന്നേ തന്നെ ഫോണിൻ്റെ കേസും കാര്യങ്ങളൊക്കെ പല ബ്രാൻഡ്സും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. പിന്നെ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത 2-3 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒന്നാമത് പറയാനുള്ളത് ഇതിൻ്റെ ചിപ്സെറ്റാണ്. ചിപ്സെറ്റ് മെയിനായിട്ടുള്ളത് MediaTekൻ്റെ Dimensity 7200
പ്രോ എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ആക്ച്വലി ഈ 7200 പ്രോ ആയാലും 7200 അൾട്ര ആയാലും 7200 ആയാലും വലിയ വ്യത്യാസമൊന്നും അറിയാൻ പോകുന്നില്ല. ഇതൊന്നും ടോപ്പ് പെർഫോമൻസ് തരുന്ന ചിപ്സെറ്റ് അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലായാലും ഒരു 1000 റുപ്പീസൊക്കെ എക്സ്ട്രാ ആണെങ്കിൽ പോക്കോൻ്റെ X6 Pro ഒക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ അതാണ് ബെറ്റർ. ബട്ട് ഇതിൽ ഗെയിമിംഗ് ഒന്നുമല്ല, നോർമൽ യൂസിനാണെങ്കിൽ ഇത് നല്ലൊരു ഡിവൈസ് തന്നെയാണ്, നല്ല ചിപ്സെറ്റ് തന്നെയാണ്. ഇതിൽ പ്രോ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇത് ഭയങ്കര പെർഫോമൻസ് ആണ്. 7200-നെക്കാട്ടും 7200 പ്രോ എന്ന് പറയുന്നത് ഭയങ്കര ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും തരുമെന്ന് വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ നത്തിങ് OS ആണ്, അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൻഡ്രോയിഡ് OS നത്തിങ് OS തന്നെയാണ്. ഭയങ്കര ക്ലീൻ ആണ്, മിനിമലാണ്, ഭയങ്കര ഫാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു പഴയ OnePlusൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടും. അതായത് ഒരു OnePlus 5, OnePlus 6 വരെയൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അടിപൊളി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കിടിലൻ സോഫ്റ്റ്വെയർ ആണ്, സ്മൂത്ത് ആണ്. നല്ല വലിയ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നതാണ്. കാരണം ചെറിയ കമ്പനിയാണ്, അപ്പോൾ അവർക്ക് കുറച്ച് ഡിവൈസുകൾ മാത്രമേ ഉള്ളൂ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, നോർമൽ ഫോൺ നോക്കുന്നുണ്ട്, ബേസിക് പെർഫോമൻസ് ഒക്കെയാണ്. ബേസിക് എന്ന് പറയുന്നത് തീരെ ലോക്കൽ പെർഫോമൻസ് എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫോൺ വേണം. ഗെയിമിംഗ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഫോൺ തന്നെയാണ്. ക്യാമറ പെർഫോമൻസ് ഇപ്പം പറയാറായിട്ടില്ല. ഫോണൊന്ന് ലോഞ്ച് ആയതിനു ശേഷം പല കമ്പാരിസൺസും കണ്ടിട്ട് മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് iQൻ്റെ Z7 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു iQ Z7 20,000 റുപ്പീസിനകത്താവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ ആ ഒരു ഫോണിനെ പറ്റി വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും താഴെ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു ഫോൺ എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവിടെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.